എന്തിനാ ചെന്നത്? അയാളുടെ അച്ഛൻ മരിച്ചു. അയാളുടെ അച്ഛൻ മരിച്ചപ്പോ മക്കള് കരയുക. ആ കരയുന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ പോയാളും കരഞ്ഞാൽ എങ്ങനെയിരിക്കും? കരയുന്ന മക്കളെ ആശ്വസിപ്പിക്കാൻ പോയാൾ കരഞ്ഞു കഴിഞ്ഞാൽ കരച്ചിൽ പ്ലസ് ഔട്ട്സൈഡ് കരച്ചിൽ ഈസ് ഈക്വൽ ടു കൂട്ടക്കരച്ചിൽ. അതല്ലേ വരുള്ളൂ. എന്തൊരു അബദ്ധാണില്ലേ? എന്നിട്ടും ഇവരെങ്ങനെയാ ഈ നാട്ടുകാരെ പറ്റിച്ച് മതം മാറ്റുന്നതെന്നാ ഞാനിങ്ങനെ ആലോചിക്കാം. ഞാൻ ഇതൊക്കെ തന്നെ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇവിടെ പോയിരുന്നു, വയനാട്ടില്. അപ്പൊ ഞാനിത് ശരിക്ക് ബൈബിളിലുള്ള ഓരോന്നും എടുത്താ പറഞ്ഞത്. അപ്പൊ ഒരാൾ എനിക്ക് ഒരു ബിറ്റ് തന്നു, ഒരു ചെറിയ ചോദ്യത്തിന്റെ പേപ്പർ. സാറ് അംഗീകരിക്കുന്നുണ്ടോ ആദവും അവയുമാണ് നമ്മുടെ എല്ലാം സാറിന്റെയും പൂർവ്വപിതാമഹനെന്ന്? ഞാൻ പറഞ്ഞു, ഞാൻ അംഗീകരിക്കണില്ല മക്കളെ. അപ്പൊ അയാൾ എഴുന്നേറ്റ് എന്ന് ചോദിച്ചു, എന്താ സാറ്? ദൈവം ആദത്തിനെ ഉണ്ടാക്കി, വാരിയല്ലിൽ നിന്ന് അവയെ ഉണ്ടാക്കി. അവർക്ക് രണ്ടുപേർക്കും ചേർന്ന് കായീൻ എന്നൊരു മകനുണ്ടായി. ആ കായീൻ എന്ന മകൻ വിവാഹം കഴിച്ചു, എഫ്രൈൻ എന്നൊരു മകനുണ്ടായി. ആദവും അവയും മാത്രല്ലേ ഉള്ളൂ. ഈ കായീൻ വിവാഹം കഴിച്ച പെണ്ണേതാ? അതെവിടെ നിന്ന് വന്ന പെണ്ണ? എന്നിട്ട് ഇവർക്ക് എഫ്രൈൻ എന്നൊരു മകനുണ്ടായി. എഫ്രൈനും വിവാഹം കഴിച്ചു. അപ്പൊ വേറെ പെണ്ണുങ്ങൾ ഉണ്ടായിരുന്നല്ലോ. കുറച്ചു കഴിഞ്ഞ് യാക്കൂബിന്റെ അടുത്തെത്തിയപ്പോ യാക്കൂബിനോട് യഹോവ പറഞ്ഞു, നീ ഈജിപ്തിലേക്ക് പോവുക, അവിടെ അശേര വിഗ്രഹങ്ങൾ പൂജിക്കുന്നവരെ തകർക്കാൻ നിന്റെ കൈ ഉയരണം. അപ്പൊ എനിക്കൊരു സംശയം, ഇവിടെ ആദവും അവയും കായീനും ആബേലും അതേപോലെ തന്നെ യാക്കൂബും ഒക്കെ ഉണ്ടായിരുന്നത് ഇവിടെ. അപ്പൊ ഈജിപ്തിൽ വേറെ ആൾക്കാരുണ്ടായിരുന്നല്ലോ, അവരെ കൊല്ലാനല്ലേ കൈ ഉയർത്തണം എന്ന് പറഞ്ഞു. അപ്പൊ ആദവും അവയും ആണോ ആദ്യത്തെ ആൾ? പിന്നെ ആ മനുഷ്യൻ അവിടെ ഇരുന്നില്ല, അയാൾ പോയി. കാരണം എന്താ വെച്ചാൽ ബൈബിളിന്റെ തുടക്കം മുതൽക്ക് അവസാനം വരെ അറിയാൻ വിഷമമുണ്ട്. പച്ച നുണയാ, ഒരു സത്യം അതിനകത്തില്ല. ഞാൻ ചിലപ്പോ ഇങ്ങനെ പറയാറുണ്ട്, തെറ്റിദ്ധരിക്കരുത്. ചിലപ്പോ പറയാറുണ്ട്, യേശു ക്രിസ്തുവിനെ സാത്താൻ പിടിച്ചു. നിങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോയിട്ട് അവിടുത്തെ മനഃശാസ്ത്രജ്ഞനോടൊന്ന് ചോദിക്കാം, സാറ് ഇന്നലെ വൈകുന്നേരം എന്റെ ചേട്ടനെ സാത്താൻ പിടിച്ചു, എന്താ ചെയ്യണ്ടേ? മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാം, ഇന്നലെ വൈകുന്നേരം എന്റെ ചേട്ടനെ സാത്താൻ പിടിച്ചു, എന്താ ചെയ്യണ്ടേ? ഉടനെ അദ്ദേഹം പറയും, നാളെ തന്നെ കൊണ്ടുവന്നോളൂ, മനഃശാസ്ത്രജ്ഞൻ ഞാൻ അപ്പോയിന്റ്മെന്റ് തരാം. ചിലപ്പോ 4-5 ഗുളിക കഴിച്ചാൽ ശരിയാവും, അല്ലെങ്കിൽ ചിലപ്പോ ഇലക്ട്രിക് ഷോക്ക് കൊടുക്കേണ്ടി വരും. അപ്പൊ ആരെങ്കിലും സാത്താൻ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഞാൻ മുഴുവൻ പച്ച മലയാളത്തിൽ പറയണില്ല. ആ സാത്താൻ എന്നൊരു സാധനം ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ ആ പറയുന്നവനാ എന്തോ കുഴപ്പമുള്ള. അത് കയറി പിടിക്കാം, യേശു ക്രിസ്തുവിനെ പിടിക്കുക, എന്നിട്ട് മലയുടെ മോളിൽ കൊണ്ടുപോവാ. എന്നിട്ട് നിന്റെ ദൈവം എന്താ നിന്നെ രക്ഷിക്കാത്തേന്ന് വെച്ചുമ്പോ പറയുക, എന്റെ ദൈവം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, നിന്നെ വിശ്വസിപ്പിക്കേണ്ട ജോലി എനിക്കില്ല. എന്നാ പിന്നെ നിന്നെ ആ ദൈവം രക്ഷിക്കണ്ടേന്ന് ചോദിക്കാൻ അപ്പൊ പിന്നെ യേശു ക്രിസ്തുവിനൊന്നും പറയാനില്ല. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് യേശുദേവന്റെ മഹത്വം കുറയ്ക്കാനോ ബൈബിളിന്റെ മഹത്വം കുറയ്ക്കാനോ അല്ല. അതൊരു കഥാപുസ്തകം മാതിരിയുള്ള പുസ്തകമാണ് എന്നുള്ളതിൽ കവിഞ്ഞ് വല്ലതും ചോദ്യം ചെയ്യാതെ വിശ്വസിച്ചാൽ അടിമുടി നമുക്ക് തെറ്റും. ഭാഗവതത്തിലും കഥകളാണുള്ളത്, അതേപോലെ ശിവപുരാണത്തിൽ കഥകൾ. ഈ കഥകൾക്കൊരു ലക്ഷ്യമുണ്ട്, പുരാണത്തിലെ കഥകൾക്കൊരു ലക്ഷ്യമുണ്ട്, മനസ്സിൽ മാറ്റം വരുത്താം. ധർമ്മം ചെയ്ത അംബരീഷന് ഈശ്വരൻ സഹായിച്ചു. നല്ല സിദ്ധനായിരുന്നിട്ടും അംബരീഷനെ ശപിക്കാൻ പോയ ദുർവാസാവിന് ഈശ്വരൻ ശിക്ഷിച്ചു, പ്രകൃതി ശിക്ഷിച്ചു. അപ്പൊ നമ്മൾ പഠിക്കേണ്ടത് എന്താ? അംബരീഷനെ ഈശ്വരൻ രക്ഷിച്ചു, ദുർവാസാവിനെ ഈശ്വരൻ ശിക്ഷിച്ചു എന്നല്ല. നമ്മൾ പഠിക്കുന്നത് ധർമ്മബോധമുള്ളവന് എന്നും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് എനിക്ക് ധർമ്മബോധം ഉണ്ടാവണം. ഏത് ക്രൈസിസിലും ഈശ്വരാനുഗ്രഹം ഉണ്ടാവും. ഞാൻ പണ്ഡിതനാണ്, ശ്രേഷ്ഠനാണ്, വേദം പഠിച്ചവനാണ്, ഈശ്വരന്റെ അടുത്തുള്ളവനാണ് എന്നെല്ലാം ധരിച്ച് എനിക്ക് എന്ത് തോന്നിവാസവും നടത്താനുള്ള അവകാശമില്ല.
നടത്തിയാൽ ഈ ദുർവാസാവ് മഹർഷിക്ക് സംഭവിച്ചത് എനിക്കും സംഭവിച്ചു. അർത്ഥം മനസ്സിലാവുന്നുണ്ടല്ലോ? ദുർവാസാവ് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചു എന്ന് വിചാരിക്കുക. അംബരീഷന്റെ അടുത്ത് നിന്ന് ദുർവാസാവ് കൈലാസത്തിലേക്ക് ഓടി. കൈലാസത്തിലേക്ക് ഞാൻ പോയത് ട്രക്കർ വണ്ടിയിലാണ്. 16 ദിവസം എടുത്തു അവിടേക്ക് പോവാൻ. അപ്പൊ പിന്നെ ഈ ദുർവാസാവ് ഓടിയാലൊന്നും എത്തില്ല. 90 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ട് എത്ര ദിവസം എടുത്തത്? അപ്പൊ ദുർവാസാവ് ഓടി എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുവോ? വിശ്വസിക്കില്ല. അങ്ങനെ വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് ആ കഥ യൂസ്ലെസ് ആണെന്നല്ല, ആ കഥയിൽ നിന്ന് സന്ദേശങ്ങൾ എടുക്കണം. ബൈബിളിൽ നിന്ന് സന്ദേശങ്ങൾ എടുത്തോളൂ, കുഴപ്പമില്ല. യേശു ക്രിസ്തുവിനെ സാത്താൻ പിടിച്ചു. എന്താണ് സന്ദേശം? ഏത് പുണ്യാത്മാവിനും അപകടം സംഭവിക്കാം, ഏത് പുണ്യാത്മാവിനും പ്രശ്നങ്ങൾ ഉണ്ടാവാം. പ്രശ്നം തീർന്നു. യഹോവയുടെ മാനസപുത്രനായ യേശു ക്രിസ്തു കർണാടകത്തിൽ വലിയൊരു സമരം നടന്നു. എന്താ? 4ാം ക്ലാസ്സിലെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, യേശു ക്രിസ്തുവിന്റെ അച്ഛൻ ജോസഫാണ് എന്ന്. ഭയങ്കര സമരമാണ്. യേശു ക്രിസ്തുവിന്റെ അച്ഛൻ ജോസഫ് അല്ല, മറിച്ച് കർത്താവാണ്. ഏത് കർത്താവ്? യഹോവയ. അപ്പോ ലോകത്തിൽ ഇന്ന് വരെ ഒരു സ്ത്രീയും ഈശ്വരനിൽ നിന്ന് ഗർഭം ധരിച്ചിട്ടില്ല. ധരിച്ചിട്ടുണ്ടെങ്കിൽ എവിടെയോ തകരാറുണ്ട്, എവിടെയോ തകരാറുണ്ട്. ഈ ലോകത്തിൽ 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളില് ഒരു ജന്തുവിന്റെ സ്ത്രീ, ഫീമെയിൽ, ആ ജന്തുവിന്റെ പുരുഷനിൽ നിന്നല്ലാതെ, ഒരു സർപ്പമാണെങ്കിലും പെൺസർപ്പം ആൺസർപ്പത്തിൽ നിന്നല്ലാതെ ഗർഭം ധരിക്കില്ല. അങ്ങനെ യേശുക്രിസ്തുവിന്റെ അച്ഛൻ ജോസഫ് അല്ലെങ്കിൽ, ഞാൻ മുഴുമിപ്പിക്കുന്നില്ല, മൈക്ക് പുറത്തേക്ക് വെച്ചിട്ടുണ്ട്. അർത്ഥം മനസ്സിലായോ? ഞാൻ കളിയാക്കിയതല്ല. ഇത് ഈ 21ാം നൂറ്റാണ്ടിൽ ചേരില്ലെന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. 21ാം നൂറ്റാണ്ടിൽ ഈ ചോദ്യത്തിന് ഒന്നിനും ഉത്തരം കിട്ടില്ല. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, നിങ്ങന്ന് ഭാഗവത സത്രം കൊല്ലത്ത് പ്രഭാഷണം ഉണ്ടായിരുന്നു, 7000 പേരുണ്ടായിരുന്നു. ഞാൻ അവിടെ പറഞ്ഞു, ഈ പുരാണത്തിലെയോ ഇതിഹാസത്തിലെയോ വേദത്തിലെയോ ഏത് ചോദ്യം നിങ്ങൾ ചോദിച്ചാലും ഞാൻ ഉത്തരം പറയാൻ തയ്യാറാണ്. ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ ഉത്തരം പറയാൻ തയ്യാറാണ്. അത് കഥകളുടെ രീതിയിലേ ഉത്തരം പറയുള്ളൂ, അനുഭവങ്ങളുടെ രീതിയിലേ ഉത്തരം പറയുള്ളൂ, സന്ദേശങ്ങളുടെ രൂപത്തിലേ ഉത്തരം പറയുള്ളൂ. അതേപോലെ ബൈബിളില് ഒരു 3 ചോദ്യം ഞാൻ ചോദിക്കാം. ബിഷപ്പിനോട് ചോദിക്കാം, പോപ്പിനോട് ചോദിക്കാം. ഉത്തരം പറയുകയാണെങ്കിൽ എന്റെ അച്ഛൻ എന്റെ കഴുത്തിലിട്ട പൂണൂല് ഞാൻ അവിടെ ഇറക്കി വെക്കാൻ തയ്യാറാണ്. പക്ഷെ ബുദ്ധിക്കും യുക്തിക്കും ശാസ്ത്രത്തിനും നിരക്കുന്ന വിധത്തിൽ പറയണം. ചോദ്യം ചെയ്യാതെ വിശ്വസിപ്പിൻ എന്നൊക്കെ പറഞ്ഞാൽ പോയി പള്ളി പറഞ്ഞാൽ മതി പറയും. അപ്പൊ യഥാർത്ഥത്തില് എന്താണ് ഇതിന്റെ എല്ലാം സംക്ഷിപ്തം? ഏത് ക്ഷേത്ര ദർശനവും, ഏത് വഴിപാടുകൾ കൊടുക്കുന്നതും, ഏത് തരത്തിലുള്ള പൂജയും കീർത്തനങ്ങളും ഈശ്വരനെ സ്തുതിച്ച് സന്തോഷിപ്പിച്ച് നമ്മുടെ കാര്യം നേടാനാണ് എന്ന ധാരണയല്ല വേണ്ടത്. മറിച്ച് ഓരോ കീർത്തനത്തിലും, ഓരോ പൂജയിലും, ഓരോ മന്ത്രത്തിലും, അർച്ചനയിലും, അതേപോലെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളിലും മനസ്സ് വളരണം, ഉയരണം. അതിനാ നമ്മൾ പറയാ 3 വിഭാഗത്തിലുള്ളവരാവുള്ളത്. 1 അസുരന്മാര്, 2 മനുഷ്യര്, 3 ഈശ്വരന്മാർ. അല്ലെങ്കിൽ രാക്ഷസന്മാര്, മനുഷ്യര്, ഈശ്വരൻ. അല്ലെങ്കിൽ ദാനവന്മാര്, മാനവന്മാര്, ദേവന്മാർ. ദാനവന്മാര്, മാനവന്മാര്, ദേവന്മാർ. നമ്മളിലെല്ലാം ആസുരീക സ്വഭാവമുണ്ട്.
എല്ലാവരിലും ഉണ്ട്. അത് കുറച്ച് 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 കൊണ്ടുവരണം. എന്നിട്ട് നല്ല മനുഷ്യരാവണം. ആസുരീക സ്വഭാവം കുറച്ച് നല്ല മനുഷ്യരാവും. നല്ല മനുഷ്യരിൽ നിന്ന് ഈശ്വരീയമായ ലെവലിലേക്ക് ഉയരണം. നമുക്ക് രാമകൃഷ്ണ പരമഹംസരെ അറിയാം. ഇന്ന് ജീവിച്ചിരിക്കുന്ന മാതാ അമൃതാനന്ദമയ്യെ നോക്കുക. 36 മണിക്കൂർ അവർ ടൊറന്റോ, കാനഡയിൽ ഒറ്റ ഇരിപ്പിലിരുന്ന് ഓരോരുത്തരെ ആശ്വസിപ്പിച്ചു. അന്ന് ഞാൻ കാനഡയിലുണ്ടായിരുന്നു. അതേപോലെ സായിബ ഒരു തരത്തിലും നമുക്ക് വിമർശിക്കാൻ പറ്റാത്ത മദർ തെരേസ. അവരാൾക്കാരെ മതം മാറ്റിയിട്ടുണ്ട്. മതം മാറ്റാൻ ചെയ്യുന്നതെല്ലാം തട്ടിപ്പും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ചീഞ്ഞളിഞ്ഞ ശരീരമുള്ള കുഷ്ഠരോഗികളെ കയ്യിലെടുത്ത് കുളിപ്പിച്ചു കൊണ്ടുപോകാൻ ഇന്ന് മദർ തെരേസയ്ക്കല്ലാതെ വേറെ ആർക്ക് സാധിച്ചിട്ടില്ല. അപ്പൊ അവരുടെ മനസ്സ് ഈശ്വരീയമായിരുന്നു. അവരുടെ കർമ്മങ്ങൾ ഈശ്വരീയമായിരുന്നു. അവരുടെ ചിന്തകൾ മദർ തെരേസയുടെ ഈശ്വരീയമായിരുന്നു. അവരുടെ ജീവിതത്തിൽ അവർക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, എല്ലാവരെയും ക്രിസ്തുവിന്റെ മാർഗത്തിൽ കൊണ്ടുപോകാൻ. പക്ഷേ ആ ലക്ഷ്യം അവരുടെ കർമ്മത്തിന്റെ മഹത്വത്തെ ഇല്ലാതെയാക്കുന്നില്ല. മലയാള വാക്കിന്റെ അർത്ഥം മനസ്സിലായോ? അവർ ചെയ്ത മഹത്വത്തെ ഇല്ലാതെയാക്കില്ല, ഒരിക്കലും ഇല്ല. അൽഫോൺസാമ്മ ചെയ്ത 60 കൊല്ലം മുമ്പ് മരിച്ച അൽഫോൺസാമ്മയെ വിശുദ്ധയായിട്ട് പ്രഖ്യാപിക്കാൻ കാരണം പോപ്പിനെ കൊണ്ട് ഈ അമ്മച്ചിയെ വിശുദ്ധയാക്കിയ കേരളീയത്തിലെ കുറെ പേരെ കൂടി പറ്റിച്ച് മതം മാറ്റാന്നാണ്. പക്ഷേ ആ അൽഫോൺസാമ്മയുടെ ഒരു 50 ഇരട്ടി ഈശ്വരീയതയുള്ള വ്യക്തിയാണ് മദർ തെരേസ. ഇത് ഞാനിവിടെ പറഞ്ഞത് എന്തിനാ? മതം വേറെ ആയതുകൊണ്ട് നന്മ ചെയ്തവരുടെ കർമ്മങ്ങൾ നന്മയല്ലാതെയാവില്ല. തെറ്റുകളെ വിമർശിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെങ്കിലും നന്മ ചെയ്തവരെ കുറിച്ച് ചിന്തിക്കാനും നമ്മുടെ മനസ്സ് വളരണം. ആ വളർച്ചയാണ് അസുരവംശത്തിൽ ഹിരണ്യകശിപുവിന്റെ മകനായി ജനിച്ച പ്രഹ്ലാദന് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ സാധിച്ചു. സുരുചിയുടെയും സുനീതിയുടെയും മക്കളില് സുനീതിയുടെ മകനായി ജനിച്ച ധ്രുവൻ അർഹിച്ചത് ലഭിക്കാതെ വന്നപ്പോ 6 വയസ്സായ കുട്ടി കാട്ടിൽ ചെന്ന് തപസ് ചെയ്തു. അതിന്റെ അർത്ഥം എന്താ? ഏത് പ്രായത്തിലും ഈശ്വരാരാധന പ്രാക്ടിക്കബിൾ ആണ്, ഇംപ്രാക്ടിക്കബിൾ അല്ല. പ്രാക്ടിക്കബിളാണ്. 80 വയസ്സായ ദേവഹൂതിക്ക് മകൻ കപില മഹർഷി സാഖ്യയോഗം ഉപദേശിച്ചു കൊടുത്തു. ഇത്ര എളുപ്പമൊന്നുമല്ല സാഖ്യയോഗം. ഞാൻ കഴിഞ്ഞ വെള്ളി ശനി ഞായർ ദിവസത്തിൽ സാഖ്യയോഗം 50 ശ്ലോകങ്ങൾ തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് ഉപദേശിച്ചു കൊടുത്തിരുന്നു. 3 ദിവസം എടുത്തു, രാവിലെ 8 തൊട്ട് വൈകുന്നേരം 6 വരെ. അങ്ങനെ 3 ദിവസം, അരമണിക്കൂർ ഉച്ചയ്ക്ക് ഇന്റർവെല് മാത്രം. 300 പേരുണ്ടായിരുന്നു. അൾട്രാ മോഡേൺ സയൻസ് ഉപയോഗിച്ച സാഖ്യയോഗം വെച്ചു കൊടുത്തത്. അതേപോലെയാണ് കപില മഹർഷി അമ്മയായ ദേവഭൂതിക്ക് 80 വയസ്സായ ദേവഭൂതിക്ക് സാഖ്യയോഗം ഉപദേശിച്ചു കൊടുത്തു. എന്ത് മനസ്സിലാക്കി? നമ്മള് എത്ര പ്രായമായെങ്കിലും പഠിക്കാനുള്ള പ്രായം കഴിഞ്ഞിട്ടില്ല. വിഷയങ്ങൾ പഠിക്കാനും ഉൾക്കൊള്ളാനും പ്രായം ഒരു പ്രശ്നമേ അല്ല. അർത്ഥം മനസ്സിലായല്ലോ? ഹനുമാൻ ലങ്കയിലേക്ക് ചാടിയോ ഇല്ലയോ എന്നുള്ളതല്ല. ആവേശവും പ്രോത്സാഹനവും നന്മയും മനസ്സിലുണ്ടെങ്കിൽ ഏത് ദുർഘടാവസ്ഥയെയും അതിജീവിക്കാൻ സാധിക്കും. അതാണ് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. ഒരുപക്ഷെ ഹനുമാൻ ചാടിയിട്ടുണ്ടാവും. ചാടിയാലും നമുക്ക് വലിയ പ്രശ്നമില്ല, ചാടിയില്ലെങ്കിലും നമുക്ക് വലിയ പ്രശ്നമില്ല. അതുകൊണ്ട് ചാടിയാലേ ഞാൻ ഹനുമാനെ പൂജിക്കുള്ളൂ എന്നൊന്നുമില്ല. ചാടിയില്ലെങ്കിൽ എന്താ പൂജിച്ച? ഒരു പ്രശ്നമില്ല. ഒരാൾ എന്നോട് ചോദിക്കേണ്ട, സാറേ ഇവിടെ വെൺപകൽ കോട്ടയത്തെ എല്ലാം ക്രിസ്ത്യാനികൾ നോട്ടടിച്ച് വിതരണം ചെയ്യുന്നുണ്ട്. മഹാബലി യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തു മഹാബലിയാണ്. മൈക്കിലൂടെ പറഞ്ഞുകൊണ്ട് പോവാ. ഞാനൊരു പ്രഭാഷണം നടത്തിയപ്പോ ആ കാറിൽ നിന്ന് യേശുക്രിസ്തു മഹാബലിയാണ്, മഹാബലി യേശുക്രിസ്തുവാണ്. ദാ അവൻ വരുന്നു, വന്നു കഴിഞ്ഞു. ഇത്രയും കാലമായിട്ട് ഈശ്വരാനുഗ്രഹം കൊണ്ട് വന്നിട്ടില്ല. നുണയാ ദിവസവും പറയുന്നെന്നുള്ളതിന് തെളിവാണ്. അപ്പോ മഹാബലി യേശുക്രിസ്തുവാണ്.
അങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ട് പോകുന്ന കാറിൽ നിന്ന് തന്നെ ഇറങ്ങി ഇതേപോലെ പ്രഭാഷണം നടക്കുന്ന സദസ്സിൽ വന്ന് ഒരു നോട്ട് എനിക്ക് തന്നു. സാർ, യേശു ക്രിസ്തു മഹാബലിയാണ്, മഹാബലി യേശു ക്രിസ്തുവാണ്, സാർ അംഗീകരിക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു 100% അംഗീകരിക്കുന്നുണ്ട്, ഒരു തരക്കേടുമില്ല. മഹാവിഷ്ണുവിന് കാലുവെക്കാൻ തല കുനിച്ചു കൊടുത്ത അതേ യേശു ക്രിസ്തുവാണ് മഹാബലി. അപ്പോഴാ സംഗതി മനസ്സിലായി. മഹാവിഷ്ണുവിന്റെ കാലുവെക്കാൻ തല കുനിച്ചു കൊടുത്ത യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നമല്ലേ. പിന്നെ അനൗൺസ്മെന്റ് നീണ്ടു. അതേപോലെ ഈ മണ്ണന്തലയിൽ 300 അച്ഛന്മാർക്ക് ക്ലാസ് എടുക്കാൻ പോയപ്പോ അവിടുത്തെ ഒരു അച്ഛൻ പറഞ്ഞു, യേശു ക്രിസ്തു പ്രജാപതിയാണ്, യേശു പ്രജാപതിയാണ്, സാറിന് അഭിപ്രായ വ്യത്യാസമുണ്ടോ? 300 അച്ഛന്മാരുടെ ക്ലാസ്സാണ്, അച്ഛന്മാർക്ക് മാത്രമാണ് ക്ലാസ് അണ്ണന്തലയിൽ. എന്നോട് ചോദിച്ചു, യേശു ക്രിസ്തു പ്രജാപതി ആണെന്ന് പറയുന്നതിൽ തെറ്റുണ്ട്. ഇവിടെ കാട്ടാക്കടയിൽ ഒരു ഗമായേൽ എന്ന് പറയുന്ന ഒരാള്, അതേപോലെ തന്നെ മിൽമായിലെ ഡയറക്ടർ ജോർജ് മാത്യു ഉണ്ട്, പിന്നെ പാലായിലൊരു കോശി എബ്രഹാം ഉണ്ട്, പിന്നെ കൽപ്പറ്റയിലൊരു ബെഞ്ചമിൻ ഉണ്ട്. ഇവരൊക്കെയാണ് യേശു ക്രിസ്തു പ്രജാപതിയാണെന്നുള്ള പുസ്തകം ഇറക്കുന്നത്. അപ്പൊ ഞാൻ ഈ അച്ഛന്മാരോട് പറഞ്ഞു, യേശു ക്രിസ്തു പ്രജാപതിയാണെന്ന് വിചാരിക്കുന്നതിൽ നമുക്കൊരു കുഴപ്പമില്ല, ഒരു ഹിന്ദുവിനും പ്രശ്നമില്ല. കാരണം നമുക്ക് 3 പ്രജാപതിമാരാ ഉള്ളത്. 1 രുദ്ര പ്രജാപതി, 2 ബ്രഹ്മ പ്രജാപതി, 3 വിഷ്ണു പ്രജാപതി. രുദ്ര പ്രജാപതിക്ക് പാർവതി എന്നൊരു ഭാര്യയുണ്ട്, ബ്രഹ്മ പ്രജാപതിക്ക് സരസ്വതി എന്നൊരു ഭാര്യയുണ്ട്, വിഷ്ണു പ്രജാപതിക്ക് ലക്ഷ്മി എന്നൊരു ഭാര്യയുണ്ട്. യേശു പ്രജാപതിക്ക് ഭാര്യയെ കണ്ടെത്താൻ മലയാള മനോരമ മാട്രിമോണിയല്ല ഒരു അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വരും. അപ്പോഴാ മണ്ണന്തല ബിഷപ്പ് പറഞ്ഞത്, ഇപ്പോഴാ ബദ്ധം മനസ്സിലായി. ഈ ഹിന്ദുക്കളുടെ രീതിയിലേക്ക് ക്രിസ്ത്യാനികൾ വന്നാലുള്ള അബദ്ധം അറിയോ? കഴിഞ്ഞ മാസം തൃശ്ശൂർ പുതുപ്പള്ളി എന്ന് പറയുന്നൊരു പള്ളിയുണ്ട്, പുതിയ പള്ളി, റൗണ്ടിൽ തന്നെയാണ് പുതിയ പള്ളി. അവിടെ അവർ തീരുമാനിച്ചു ഇനി എല്ലാ പള്ളികളിലും തുലാഭാരം നടത്തണമെന്ന്. എല്ലാ പള്ളികളിലും തുലാഭാരം നടത്താനായിട്ട് തീരുമാനിച്ചു. അതിൽ ആദ്യത്തെ തുലാഭാരം പുതിയ പള്ളിയിൽ നടത്താമെന്ന് തീരുമാനിച്ചു. ബിഷപ്പ് പോപ്പ് വത്തിക്കാനിൽ നിന്ന് അയച്ച അവിടത്തെ ഒരു ബിഷപ്പിന് ആദ്യം തുലാഭാരം നടത്തും. വിദേശിയായ ഒരു ബിഷപ്പിന് പുതിയ പള്ളിയില് തുലാഭാരം. നല്ല രസമായിരുന്നു. അപ്പൊ ബിഷപ്പിന് ഇവിടെ വന്നിറങ്ങിയപ്പോ തന്നെ നോക്കി ഒരു 80 കിലോ ഭാരം കാണും. ഞായറാഴ്ച നമ്മുടെ അമ്പലങ്ങളിലെല്ലാം തുലാഭാരം രാവിലെയാണ്. ക്രിസ്ത്യാനികളായ സ്ഥിതിക്ക് എല്ലാം വിപരീതമാണല്ലോ. അപ്പൊ കാരണം യേശു പരമപവിത്രനായ യേശു ക്രിസ്തുവിനെ തറച്ച അതേ കുരിശാണ് നെഞ്ചത്തിട്ടുകൊണ്ട് നടക്കുന്നത്. അതാണ് എനിക്ക് ഏറ്റവും വിഷമം. മഹാത്മാഗാന്ധിയെ കൊന്ന ആ ബുള്ളറ്റ് നെഞ്ചെടുത്തിട്ടുകൊണ്ട് നടക്കണമായില്ല. മഹാത്മാഗാന്ധിയെ വധിച്ച തോക്ക് നെഞ്ചത്തിട്ടുകൊണ്ട് നടന്നാൽ എങ്ങനെയിരിക്കും? അതുപോലെയല്ലേ പരമപുണ്യവാനായ ദൈവപുത്രനായ യേശുവിനെ കുരിശിലേക്ക് ആ കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കാന്ന് പറഞ്ഞാൽ അവസ്ഥ. അപ്പൊ നേരെ വിപരീതം. അപ്പൊ പുതിയ പള്ളിയിൽ വൈകുന്നേരം തുലാഭാരം നടത്താൻ തീരുമാനിച്ചു. ബിഷപ്പിന്റെ ഏകദേശ ഭാരം 80 കിലോ ആണെന്ന് പറഞ്ഞ് 80 കിലോ പഞ്ചസാരയും കൊണ്ടുവച്ചു. വൈകുന്നേരം സൂര്യാസ്തമയ സമയത്ത് ബിഷപ്പ് ഇപ്പുറത്തെ ക്ലാസ്സിലിരുന്നു, അപ്പുറത്തെ 80 കിലോന്റെ പഞ്ചസാര വെച്ചു. മതിയായില്ല, ഒരേപോലെ ബാലൻസ് വരണില്ല. ഞായറാഴ്ച ഒരു കടയും തുറന്നിട്ടില്ല. തൊട്ടടുത്തുള്ള ഏത് വീട്ടിൽ നിന്ന് കൊണ്ടാലും ബാക്കിയുള്ള പഞ്ചസാര മതിയാവും. നല്ല വെയിറ്റ് ഉണ്ട്. എന്താ ചെയ്യാ? ഒന്നും ചെയ്തില്ല. ആ പുതിയ പള്ളിയിലെ അച്ഛൻ ഇപ്പുറത്തെ ക്ലാസ്സിൽ കയറിയിരുന്നു. അതവിടെ നടന്നതാ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അയാളെ ചവിട്ടിപ്പിടിച്ചത് താഴ്ത്തി. അപ്പൊ ഞാൻ ചിലപ്പോ ആലോചിക്കാറുണ്ട്, ചില വാക്കുകളൊക്കെ മലയാളത്തിലുണ്ട്, അതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രദേശത്തുള്ളവരൊക്കെ ആദ്യമായിട്ട് കേൾക്കാം. ചെയ്യരുതാത്തവൻ ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്യാൻ പോയാൽ ഇതേപോലെ ഇരിക്കും. ആ ചെയ്യരുതാത്ത എന്നുള്ളതിന് വേറൊരു വാക്കാണുള്ളത്. അത് ഞാൻ ഭാഗവത വേദിയിൽ പറയുന്നത് മോശം. എന്തിനാ ഇങ്ങനെ ചെയ്യുന്ന? അവനവന്റെ കാര്യം ചെയ്താൽ പോരെ. എന്നാലും ഇതെല്ലാം നടക്കുന്നുണ്ട്. നമ്മൾ എന്നും ഓർമ്മിക്കുക, നമ്മുടെ ധർമ്മത്തില് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലെന്ന് ധരിക്കരുത്. ഉണ്ട്. ആ അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെയാക്കേണ്ടത് നമ്മുടെ ദൗത്യമാണ്, ധർമ്മമാണ്.
നോക്കൂ, മഹാഭാരത യുദ്ധത്തിൽ ശ്രീകൃഷ്ണന്റെ അടുത്ത് അർജുനൻ പറഞ്ഞു, നിമിത്താനീച പശ്യാമി വിപരീതാനി കേശവ. വിപരീതങ്ങളായ പല നിമിത്തങ്ങളും കാണുന്നു എന്ന് അർജുനൻ കൃഷ്ണനോട് പറഞ്ഞു. കൃഷ്ണൻ അതിന് ഉത്തരമേ കൊടുത്തില്ല. നീ നിമിത്തം കണ്ടോ, പ്രശ്നം വെച്ചോ, ജാതകം നോക്കിയോ, ഇതൊന്നുമല്ല ഇവിടെ ഇമ്പോർട്ടന്റ്. നീ ചെയ്യേണ്ട കർമ്മം ചെയ്യണോ, അതാണ് ഇമ്പോർട്ടന്റ്. അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തില് പൂർവീകര് ഈ അനാചാരങ്ങൾ ചേർത്തിരുന്നില്ല, നമ്മളാ ചേർത്തത്. വേദം ബ്രാഹ്മണരെ പഠിക്കാവൂന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. വേദം എഴുതിയത് ക്ഷത്രിയര്, വേദം ഋഗ്വേദം യജുർവേദം സമവേദം അഥർവവേദം എന്ന് പകുത്തത് മുക്കുവ വംശത്തിൽ ജനിച്ച വേദവ്യാസന. അദ്ദേഹം ബ്രാഹ്മണ വംശത്തിൽ ജനിച്ച ആളല്ല. അമ്മ മത്സ്യഗന്ധി, നിങ്ങൾക്കറിയാം. അമ്മയുടെ ജാതിയാണ് മക്കൾക്ക് വരിക. അപ്പൊ മുക്കുവംശത്തിൽ ജനിച്ച നമ്മൾ ആചരിക്കുന്ന ആചാരങ്ങൾ എഴുതിയത് മഹീദാസ ഐതരേയൻ, ചണ്ടാളനാണ്. അച്ഛൻ പോലും ആരാണെന്നറിയാത്ത ഇതര എന്ന സ്ത്രീയിൽ ജനിച്ച ആളാണ് ഐതരേയൻ. പിതാവ് പോലും ആരാണെന്ന് അറിഞ്ഞൂടാ. ആ ഐതരേയനാണ് നമ്മുടെ ആചാരങ്ങൾ ജനിച്ചത്. ശ്രീകൃഷ്ണൻ ബ്രാഹ്മണനായിരുന്നില്ല, യാദവൻ. ഇന്നത്തെ കണക്ക് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി, OBC. ശ്രീരാമൻ ബ്രാഹ്മണനായിരുന്നില്ല, ക്ഷത്രിയനായിരുന്നു. വിവേകാനന്ദൻ ബ്രാഹ്മണനായിരുന്നില്ല, ചിന്മയാനന്ദൻ ബ്രാഹ്മണനായിരുന്നില്ല, പള്ളിക്കാവിലെ മാതാമൃതാനന്ദമയി ബ്രാഹ്മണ സ്ത്രീയല്ല, അച്ഛനമ്മമാര് ബ്രാഹ്മണരല്ല, സായിബാബ ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ച ആളല്ല, അരവിന്ദ മഹർഷി ബ്രാഹ്മണരായ അച്ഛനമ്മമാർക്ക് ജനിച്ചതല്ല. അപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിച്ചത്, നമ്മുടെ പൂർവീകര് മഹർഷിമാര്, സന്യാസിമാര്, ഋഷിമാര് എന്ന ലെവലിലേക്ക് ഉയർത്തിയത്, വേദങ്ങൾ എഴുതിയത് ബ്രാഹ്മണരാണ്, അതുകൊണ്ട് ബ്രാഹ്മണരെ വായിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. ഇടക്കാലത്ത് ആരോ പറഞ്ഞ് അത് പ്രചരിപ്പിച്ചത് സത്യമാണെന്ന് നമ്മൾ ധരിക്കുന്നു. അത് നമുക്ക് പറ്റിയ അബദ്ധ. അങ്ങനെ ശ്രീകൃഷ്ണന് 16,008 ഭാര്യമാർ. 16,008 ഭാര്യമാര് ശ്രീകൃഷ്ണന് ഇല്ല. ഒരു ഭാര്യ ഉണ്ടായിട്ട് എനിക്ക് പാപ്പനംകോട് നിന്ന് കാട്ടാക്കട വരെ വരാനുള്ള പാട് എനിക്കറിയും. പിന്നെ ഇങ്ങനെ 16,008 ഭാര്യമാരുണ്ടാവും. നരകാസുരന്റെ ജയിലിൽ കിടന്ന സ്ത്രീകളെ നരകാസുരനെ വധിച്ച് മോചിപ്പിച്ചപ്പോൾ ആ സ്ത്രീകളെ സമൂഹം അംഗീകരിക്കുന്നില്ല. ജയിലിൽ കിടന്ന സ്ത്രീകളെ അവരുടെ ഭർത്താക്കന്മാരെ സ്വീകരിക്കണില്ല, അവരുടെ മക്കളെ സ്വീകരിക്കണില്ല, അവരുടെ സഹോദരന്മാരെ സ്വീകരിക്കണില്ല. അവര് ശ്രീകൃഷ്ണന്റെ അടുത്ത് വന്ന് കരഞ്ഞു പറഞ്ഞു, ഞങ്ങൾക്ക് വിശക്കുന്നു, ഞങ്ങളുടെ സമൂഹം അംഗീകരിക്കുന്നില്ല. അപ്പൊ കൃഷ്ണൻ അവർക്ക് കൊടുത്തൊരു സ്ഥാനമാണ് രാജപത്നി പദവി. രാജപത്നിയുടെ പദവി കൊടുത്തു. 1949 മാവോ സേത്തും ചൈനയിലെ അധികാരം ഏറ്റെടുത്തപ്പോ അവിടത്തെ ജയിലിൽ കഴിഞ്ഞ സ്ത്രീകളെ മോചിപ്പിച്ചപ്പോ അവരും ഇതേപോലെ മാവോ സേത്തുങ്ങിന്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഞങ്ങളുടെ സമൂഹം അംഗീകരിക്കണില്ല. അപ്പൊ മാവോ സേത്തുങ് അവർക്ക് കൊടുത്ത സർട്ടിഫിക്കറ്റിന്റെ പേരാണ് നാഷണൽ വിമൻ സർട്ടിഫിക്കറ്റ്, NWS, നാഷണൽ വിമൻ സ്റ്റാറ്റസ് സർട്ടിഫിക്കറ്റ്, NWS സർട്ടിഫിക്കറ്റ്. അത് കൃഷ്ണൻ 5140 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തു. അതിനൊരു ലോജിക് ഉണ്ട്. അപ്പൊ യഥാർത്ഥത്തില് നമ്മൾ ഓരോന്ന് പറയുമ്പോഴും, കഴിഞ്ഞ ആഴ്ചയിലോ മറ്റോ, കഴിഞ്ഞ മുമ്പിലത്തെ ആഴ്ചയിൽ മാതൃഭൂമിയില് എന്റെ വാരാന്ത്യ പതിപ്പിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. 97 മക്കളുള്ള ഒരു മുസ്ലിമിന്റെ പടം, അയാൾ 100 തികയ്ക്കാൻ പോവാണ്. എന്ത് ഭംഗിയായിട്ടാ മാതൃഭൂമി ഈ വൃത്തികെട്ട കാര്യം കൊടുത്തത്. ഏതോ ഒരു ധീരശൂര പരാക്രമം ചെയ്യണമായി. ഇങ്ങനെ ചെയ്യുമ്പോഴാണ് ഈ മലപ്പുറത്തെ എണ്ണ ഇങ്ങനെ വർദ്ധിക്കുന്ന പന്നി വരുന്ന മാതിരി അവിടെ ഓരോരുത്തരും പ്രസവിക്കുന്നത്. 4 MLA-മാരാ ഒരൊറ്റ ജില്ലയിൽ കൂടിയത്, മറ്റു ജില്ലയിൽ കുറയായത്. എന്താ ഇതിന്റെ അർത്ഥം? അള്ളാഹു തരുന്നു, ഞാൻ മേടിക്കുന്നു. ഞാൻ വെറുതെ കിടക്കല് മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇതൊക്കെ മതത്തിന്റെ പേരിലാണ് നടക്കുന്നത്. ഞാൻ ചിലപ്പോ പറയാറുണ്ട്, മോയൻസ് ഹൈസ്കൂൾ പാലക്കാട് പ്രഭാഷണം നടത്തുമ്പോ ഇന്ത്യയിൽ മുസ്ലിങ്ങൾ ബോംബ് പൊട്ടിക്കുന്നത് മനസ്സിലാക്കാം. കാരണം വിഗ്രഹാരാധകർക്കെതിരെയാ. ഈ അഫ്ഗാനിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും പാകിസ്ഥാനിലും എന്തിനാ പൊട്ടിക്കുന്നത്? അവിടെ ബോംബ് ഉണ്ടാക്കുന്നത് മുസ്ലിമാ, അത് വെക്കുന്നത് മുസ്ലിമാ, അത് പൊട്ടിക്കുന്നത് മുസ്ലിമാ, മരിക്കുന്നത് മുസ്ലിമാ. അവിടെ പോലീസുകാർ മുസ്ലിങ്ങളാണ്, അറസ്റ്റ് ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്, ജഡ്ജി മുസ്ലിമാണ്, അഡ്വക്കേറ്റ് മുസ്ലിമാണ്, ഭരണാധികാരി മുസ്ലിമാണ്. പിന്നെന്തിനാ അവിടെ ബോംബ് പൊട്ടിക്കുന്നത്?
ഒരു പിടുത്തില്ല, ജന്മസ്വഭാവം എന്നല്ലേ പറയാൻ പറ്റൂ. ഇതെല്ലാം ഒന്ന് തിരിച്ചറിയാം. ആരെയും വിമർശിക്കാനൊന്നുമല്ല. ബോംബ് പൊട്ടിക്കുന്നവന് ഹിന്ദു ആയാലും ക്രിസ്ത്യാനി ആയാലും മുസ്ലിം ആണെങ്കിലും ജയിലിൽ അടക്കി തന്നെ വേണം. പക്ഷെ ഇത് വിശകലനം ചെയ്തൊന്ന് മനസ്സിലാക്കണം, എന്താണ് യാഥാർത്ഥ്യം. അങ്ങനെ മനസ്സിലാക്കേണ്ട കാലഘട്ടമാണ് ഇത്. ഭാഗവതം മാത്രം വായിച്ചാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ധാരണ തെറ്റാം. വേദങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോകുന്ന ധാരണ തെറ്റാം. നമ്മുടെ ധർമ്മത്തെ നിലനിർത്താനുള്ള ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ പറയാറുണ്ട്, എല്ലാ വർഷവും കൂടെ ഭാഗവത സപ്താഹം നടക്കുകയാണെങ്കിൽ ഏതെല്ലാം നാടാറ് ക്രിസ്ത്യാനികൾ തിരിച്ചു വരാൻ തയ്യാറുണ്ടോ അവർക്ക് സർട്ടിഫിക്കറ്റ് നൽകാൻ ഡോക്ടർ ഗോപാലകൃഷ്ണൻ തയ്യാറാണ്. 4 പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രിയും ബയോകെമിസ്ട്രിയിൽ PhDയും സംസ്കൃതത്തിൽ ഡീലിറ്റുള്ള ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഒരേ ഒരു സയന്റിസ്റ്റാണ് ഞാൻ. 1947 ശേഷം ഒരു സയന്റിസ്റ്റിനെ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ആ ഏത് ക്രിസ്ത്യാനി ഹിന്ദു മതത്തിലേക്ക് അച്ഛന്മാര് വരാൻ തയ്യാറാണെങ്കിൽ ആദ്യം അച്ഛന്മാരെ മാറ്റാം, പിന്നെ കുഞ്ഞാടുകളെല്ലാം മാറിക്കോളും. അപ്പൊ യഥാർത്ഥത്തിൽ കാരണം ഇവർക്ക് അവിടെ എന്തൊക്കെയോ ഉണ്ടെന്ന് ധരിച്ചിട്ട് അവരവിടെ ഇരിക്കുന്നത്. ഒരു ചുക്കും ചുണ്ണാമ്പും അവിടെ ഇല്ല. അതൊന്ന് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണം. പറഞ്ഞു തരാൻ ഏത് കാട്ടിലേക്കും വരാൻ ഞാൻ തയ്യാറാണ്. എന്റെ ഭാര്യ ചിലപ്പോ എന്നോട് ചോദിക്കാറുണ്ട്, കണ്ണൂര് പ്രഭാഷണത്തിന് പോകുമ്പോ കണ്ണൂരാണ് പോകുന്നതെന്ന് അറിയാമല്ലോ ഇല്ലേ. അപ്പൊ ഞാൻ എന്റെ ഭാര്യയോട് പറയാറുണ്ട്, തിരിച്ചു വന്നിട്ട് അരി ഇട്ടാ മതി, വരുന്നുറപ്പൊന്നുമില്ല. അപ്പൊ കണ്ണൂരും മലപ്പുറത്തും ഒക്കെ പോയിട്ട് പറയാനുള്ളതെല്ലാം പറഞ്ഞിട്ടാ വരിക. ഇന്ന് വരെ ഒരു കാർഡോ ഒരു ഇമെയിലോ ഒരു ടെലിഫോൺ കോളിൽ എനിക്ക് ഭീഷണി കിട്ടിയിട്ടില്ല. അതാണ് എന്റെ സന്തോഷം. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, തിരുവനന്തപുരത്തെ കാട്ടാക്കട പ്രദേശങ്ങൾ മുഴുവനും മതപരിവർത്തനം ചെയ്ത് അങ്ങോട്ട് പോയവരെ യഥാർത്ഥ ക്രിസ്ത്യാനിയുടെ സ്വഭാവം കാണിച്ചു കൊടുക്കണം. എന്നിട്ട് അവരുടെ പേരൊന്നും മാറ്റണ്ട, ജോസഫ്, മൈക്കേൽ, ഡാനിയേൽ അതൊക്കെ തന്നെ ഇരുന്നോട്ടെ. പക്ഷെ അമ്പലത്തിലേക്ക് കൊണ്ടുവരണം, അവരെ ഹിന്ദുവാക്കി മാറ്റണം. ഇത് പബ്ലിക്കായിട്ട് ഞാൻ പറയാൻ കാരണം എന്താ, ആ പബ്ലിക്കായിട്ട് പറയാനുള്ള വിഷമം മാറണം. കാരണം പബ്ലിക്കായിട്ട് അവർ നമ്മുടെ കൂട്ടത്തിലുള്ളവരെ മതം മാറ്റിയത്. അപ്പൊ പിന്നെ നമ്മളത് പറയാനും നമ്മളത് ചെയ്യാനും മുമ്പോട്ട് വരണം. അത് നമുക്ക് സാധിക്കും. ഇത് ഞാൻ മതപരിവർത്തനത്തെക്കുറിച്ച് പറയാനല്ല ഞാനിവിടെ ഭാഗവത സപ്താഹത്തിൽ വന്നത്. പക്ഷേ ശ്രീകൃഷ്ണൻ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടി ജനിച്ച ആളാണ്. ശ്രീകൃഷ്ണന്റെ കർമ്മം മുഴുവനും അവസാനത്തെ ശ്വാസം വരെ അധർമ്മം ചെയ്ത തന്റെ തന്നെ കുലത്തിലുള്ള യാദവന്മാര് തമ്മിലടിച്ചു മരിച്ചപ്പോഴും കൃഷ്ണൻ ദൃഷ്ടാവായിട്ട് മാറി നിൽക്കുക ചെയ്തേ. എന്താ കാരണം? അധർമ്മം ചെയ്തത് അമ്മാവനായ കംസനാണെങ്കിലും വധിക്കും, അവനവന്റെ കുലത്തിൽ ജനിച്ച യാദവരാണെങ്കിലും അഹങ്കാരവും അമിതാവേശവും വളർന്നെങ്കിൽ അവര് സ്വയം അടിച്ചു മരിക്കുക തന്നെ വേണം. അതാണ് കൃഷ്ണന്റെ സന്ദേശം. ഒരു കുടുംബത്തെ നശിപ്പിക്കാൻ കുടുംബത്തിലെ ഒരംഗം തയ്യാറായാൽ ആ കുടുംബാംഗത്തെ നശിപ്പിച്ച് കുടുംബത്തെ രക്ഷിക്കണം. ഒരു കുടുംബം സമൂഹത്തെ നശിപ്പിക്കാൻ തയ്യാറായാൽ ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്ത് സമൂഹത്തെ രക്ഷിക്കണം. ഒരു സമൂഹം രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയായാൽ ആ സമൂഹത്തെ വൈപ്പ് ഔട്ട് ചെയ്തിട്ട് രാഷ്ട്രത്തെ നിലനിർത്തണം. ഒരു രാഷ്ട്രം ലോകത്തിന്റെ നിലനിൽപ്പിന് വെല്ലുവിളിയായാൽ ആ രാഷ്ട്രത്തെ ഇല്ലാതെയാക്കിയിട്ട് ലോക ജനതയെ നിലനിർത്തണം. ഈ തത്വചിന്തയാണ് ശ്രീകൃഷ്ണൻ ചെറുപ്പം മുതൽക്ക് നോക്കാം. എത്ര അസുരന്മാരെ കൃഷ്ണൻ വധിച്ചു. നമ്മുടെ ഭാഗവതത്തിൽ തിരുമേനിമാര് വായിക്കാറുണ്ടല്ലോ, കൃഷ്ണൻ ജനിച്ചു കഴിഞ്ഞത് മുതൽക്ക് തൃണാസുരൻ, കാകാസുരൻ, ബകാസുരൻ എന്തൊക്കെ തരത്തിലുള്ള അസുരന്മാരെ ചിരിച്ചുകൊണ്ട് കൃഷ്ണൻ നേരിട്ടത്. ചിലപ്പോ എനിക്ക് തോന്നാറുണ്ട് ഞാനും അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പൊ യഥാർത്ഥത്തില് ശ്രീകൃഷ്ണൻ ഒരല് കൊണ്ടുപോയതോ അല്ലെങ്കിൽ വായ പിളർന്ന് ഭൂമി പ്രപഞ്ചത്തെ കാണിക്കുകയോ മാത്രമൊന്നുമല്ല ചെയ്തത്. ഓരോ നിമിഷവും അധർമ്മം ചെയ്തവരെ ശരിക്ക് പച്ചയ്ക്ക് കൊല്ലുക ചെയ്തത്. ചിലപ്പോ ഞാൻ പറയാറുണ്ട്, ഭാരതം അഹിംസയുടെ രാഷ്ട്രമല്ല,
അധർമ്മം ചെയ്തവരെ ഹിംസിച്ച രാഷ്ട്രമാണ് ഭാരതം. അധർമ്മം ചെയ്തവരെ ഹിംസിച്ച രാഷ്ട്രം, ധർമ്മം ചെയ്തവരെ രക്ഷിച്ച രാഷ്ട്രം. അധർമ്മം ചെയ്തവരോട് ദയയൊന്നും ഭാരതീയർ കാണിച്ചിരുന്നില്ല. അധർമ്മം ചെയ്തവരോട് ഒരു ദയയും ഭാരതീയർ കാണിച്ചിരുന്നില്ല. ആ വരി മറക്കരുത്. ഭാരതം അഹിംസ പരമോ ധർമ്മ എന്ന് പറഞ്ഞത് ധാർമ്മിക മൂല്യമുള്ളവരോട് അഹിംസ പരമോ ധർമ്മ. ഇവിടെയുള്ളവരോടും എനിക്ക് പറയാനുള്ളത് അത് തന്നെയാണ്. നമ്മുടെ ധർമ്മത്തെ നശിപ്പിക്കാൻ ഏത് ലോഹയിട്ട അച്ചം വന്നാലും കുരിശിട്ട അച്ചം വന്നാലും അവരാരും വരാതെ അണ്ടർഗ്രൗണ്ട് വർക്ക് ചെയ്താലും നമ്മുടെ ധർമ്മത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ശ്രീരാമൻ കാണിച്ചു തന്നു നമുക്ക്, ശ്രീകൃഷ്ണൻ കാണിച്ചു തന്നു നമുക്ക്. രണ്ടുപേരും കാണിച്ചു തന്നത് അവനവൻ ചെയ്യേണ്ട കർമ്മം അവനവൻ ചെയ്യണം, അവനവൻ ചെയ്യേണ്ട ധർമ്മം അവനവൻ ചെയ്യണം. അതിൽ ഭീഷ്മ പിതാമഹനോ ദ്രോണാചാര്യരോ എത്ര മഹാനാണ് ശത്രുപക്ഷത്തുള്ളതെങ്കിലും അവരുടെ മുമ്പിൽ തലകുനിക്കേണ്ട ആവശ്യമില്ല എന്ന് നമ്മളെ കൃഷ്ണൻ പഠിപ്പിച്ചു. അക്ഷരാർത്ഥത്തിൽ പഠിപ്പിച്ചു കൃഷ്ണൻ. അത് മാറ്റിവെച്ച് നമ്മൾ കൃഷ്ണൻ ജനിച്ച ദിവസം അല്ലെങ്കിൽ കൃഷ്ണനെ കുറിച്ച് ആലോചിക്കുമ്പോ വെറും ചെറിയ കീർത്തനങ്ങൾ മാത്രം ചൊല്ലി കൃഷ്ണൻ എന്റെ പാപം ഏറ്റെടുക്കുമെന്ന് ധരിക്കുന്നു. കൃഷ്ണൻ പാപം ഏറ്റെടുക്കുമെന്ന് ധരിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ എങ്ങനെ കൃഷ്ണന്റെ ജീവിതം കേട്ടും വായിച്ചും നമ്മുടെ മനസ്സിൽ മാറ്റമുണ്ടായി, ചിന്തകളിൽ മാറ്റമുണ്ടായി, കർമ്മങ്ങളിൽ മാറ്റമുണ്ടായി, കർമ്മഫലങ്ങളിലും കർമ്മത്തിന്റെ പ്രതിഫലത്തിലും മാറ്റമുണ്ടായാൽ അപ്പോഴാണ് നമുക്ക് സ്വർഗവും പുണ്യവും ലഭിക്കുന്നത്. അല്ലാതെ ചെവിയിലൂടെ കേട്ട് ഈ ഡിസംബർ 31 റോഡ് മുഴുവനും പശുവിനെയും കാളയെയും അറുത്ത് വെച്ചിട്ടുണ്ട്. നോൺ വെജിറ്റേറിയൻ ചോര ഇറ്റിറ്റ് ഒലിക്കുന്ന ഇറച്ചി കണ്ടു. ഇവിടെ കൃഷ്ണനെ ആരാധിച്ച് നേരെ പോയിട്ട് ഇറച്ചി തിന്നാൽ ആ തിന്നുന്നത് മുഴുവനും ശവമാണ്. ഈ ശവത്തിനെ അവനവന്റെ വയറ്റിലേക്ക് കയറ്റി സ്വർഗത്തിലേക്ക് പോകും എന്ന് ധാരണ തെറ്റാണ്. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത് ഒന്ന് മാത്രം, ഇതേപോലെയുള്ള പ്രഭാഷണങ്ങളോ നിങ്ങൾക്കിഷ്ടമുള്ള പോലെയുള്ള പ്രഭാഷണങ്ങളോ വയ്ക്കാം. ഇന്ന് ഞാൻ പറഞ്ഞതിന് നാളെ ഇവിടുത്തെ സുവിശേഷ പ്രസംഗം നടത്തുന്നവര് വല്ല ചോദ്യവും ചോദിച്ചാൽ, വല്ല കമന്റും പറഞ്ഞാൽ, മറ്റന്നാ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ അതിന് ഉത്തരം പറയാൻ തയ്യാറാണ്. നാളെ ആരെങ്കിലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ചോദിച്ചാൽ അതെന്റെ ജോലിയല്ല, എന്നാലും അതിനും റെഡിയാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. കാരണം ഈ പ്രദേശത്ത് പ്രഭാഷണത്തിന് വരുമ്പോ എന്റെ മനസ്സിൽ ഒരു പ്രാർത്ഥനയുള്ളൂ. ഈ പ്രഭാഷണം കേൾക്കാൻ മുൻപില് 100 കണക്കിന് ആൾക്കാരുണ്ടാവണമെന്ന് ആഗ്രഹമില്ല. മറിച്ച് 100 കണക്കിന് മീറ്റർ ദൂരത്തേക്ക് മൈക്ക് വെച്ചിരിക്കണം എന്നൊരാഗ്രഹമുണ്ട്. 100 കണക്കിന് മീറ്റർ ദൂരത്തേക്ക് മൈക്ക് വെച്ചിരിക്കണം എന്നൊരാഗ്രഹം. എന്താ കാരണം? ഇത് കേൾക്കുന്നവരും ഒന്നറിയണം, അവരുടെ ധർമ്മവും നമ്മുടെ ധർമ്മവും നല്ലതാണെങ്കിൽ നല്ലത്, അല്ല തിന്മ നിറഞ്ഞതാണെങ്കിൽ തിരിച്ചു ചോദിക്കാൻ ഭാരതത്തില് കാലാകാലങ്ങളിൽ ചിലരൊക്കെ വരും എന്ന് ഈ നാടാർ സമുദായത്തെ മുഴുവനും ക്രിസ്ത്യൻ മതത്തിലേക്ക് കൊണ്ടുപോയ നേതാക്കന്മാരും അച്ഛന്മാരും അമ്മമാരും ക്രിസ്തുവിന്റെ മണവാട്ടിമാരും ഒന്നറിയണം. അതിന് തന്നെ ഞാൻ ഈ പ്രദേശത്തേക്ക് വരിക. പ്രൈം മിനിസ്റ്ററുടെ കീഴില് 25 വർഷം സയന്റിസ്റ്റായിട്ട് 10-30 അവാർഡുകൾ വാങ്ങിച്ച് പേറ്റന്റും പബ്ലിഷ് ചെയ്ത ശാസ്ത്രജ്ഞന്റെ പദവിയിലിരിക്കാൻ യോഗ്യതയുള്ളവൻ തന്നെയാണ് ഇത് പറഞ്ഞത് എന്നുകൂടി അറിയിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അല്ലാതെ മതപ്രാസംഗികനൊന്നും അല്ല പറഞ്ഞത്, അതിന് കുറച്ചെങ്കിലും യോഗ്യതയുള്ളവനാണ്. ഇതെല്ലാം നമ്മൾ അന്ന് മനസ്സിലാക്കി വേദങ്ങളിലെ സന്ദേശങ്ങൾ കേട്ട്
ഇതിഹാസങ്ങളിലെ അനുഭവങ്ങൾ കേട്ട്, പുരാണത്തിലെ കഥകൾ കേട്ട് ആ സന്ദേശങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് അവനവന്റെ മനസ്സിന്, ശരീരത്തിന്, കുടുംബത്തിന്, സമൂഹത്തിന്, ധർമ്മത്തിന്, രാഷ്ട്രത്തിന് ശാശ്വതമായ നന്മ വരുത്താനുള്ള എല്ലാ കർമ്മങ്ങളും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ ജഗതീശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം കുറച്ച് പുസ്തകങ്ങളും സീഡികളും പുറത്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് അറിഞ്ഞൂടാ. ഉണ്ടെങ്കിൽ അതിനൊന്നിനും കോപ്പിറൈറ്റ് ഇല്ല. പരമാവധി കോപ്പിയെടുത്ത് എല്ലാവർക്കും അത് എത്തിക്കുക. എല്ലാവർക്കും എത്തിക്കണം. എല്ലാ അമ്പലങ്ങളിലും ഈ സീഡികളും വിസിഡികളും പ്ലേ ചെയ്യണം. പ്രഭാഷണം നടത്താൻ ആൾക്കാരെ കൊണ്ടുവരിക അത്ര എളുപ്പമല്ല. പക്ഷെ പ്രഭാഷണത്തിന്റെ സീഡികൾ ഇടുക വലിയ ബുദ്ധിമുട്ടില്ലാത്തതാ. അതേപോലെ നിങ്ങളിതൊരു ഗ്രാമാന്തരീക്ഷമാണെന്ന് എനിക്കറിയാം. എന്നാലും നിങ്ങൾക്ക് ഇമെയിൽ അഡ്രസ് ഉണ്ടെങ്കിൽ, അവിടെ ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നല്ല അക്ഷരത്തിൽ എഴുതി തരികയാണെങ്കിൽ എല്ലാ ആഴ്ചയും നമ്മുടെ പൈതൃകത്തിന്റെ സന്ദേശങ്ങള് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടാവും. ഈ എല്ലാ മാസവും 1-2 ദിവസം തിരുവനന്തപുരത്തെ തീർത്ഥപാദ മണ്ഡപത്തില് വൈകുന്നേരം 6 തൊട്ട് 7:20 വരെ ക്ലാസ് ഉണ്ടാവും. ഈ മാസം ജനുവരിയില് 6-ാം തീയതി ക്ലാസ് ഉണ്ട്. നിങ്ങളും ഇവിടെ കുറെ കാര്യങ്ങൾ ചെയ്യണം. പല തരത്തിലുള്ള നോട്ടീസുകളുണ്ട്. സെന്റ് ഫ്രാൻസിസ് എത്ര ഹിന്ദുക്കളെ കൊന്നു കുഴിച്ചു മൂടിയിട്ടാണ് വിശുദ്ധനായത് എന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ എഴുതിയതല്ല. കോട്ടയം CMS കോളേജിലെ ചരിത്ര പ്രൊഫസർ CI ഐസക് എന്ന ക്രിസ്ത്യാനി എഴുതിയതാ. സെയിന്റ് സേവിയർ ഫ്രാൻസിസ് കൊല ചെയ്തിരിക്കുന്ന എത്രയാണ്? സെന്റ് ജോർജ് എത്ര ലക്ഷം ജൂതന്മാരെയാ കൊന്നത്? അദ്ദേഹത്തിനെ വിശുദ്ധനാക്കുന്നതിന് മുമ്പ് ഈ കൊന്നതിനാ അദ്ദേഹത്തിനെ വിശുദ്ധനാക്കിയത്. എന്തിനറിയോ? യേശുക്രിസ്തുവിന്റെ പന്താവിലേക്ക് വരാൻ തയ്യാറില്ലാത്തവരെ കൊന്നതിനാണ് സെന്റ് ജോർജിനെയും ഈ സെന്റ് സേവിയർ ഫ്രാൻസിസിനെയും ഒക്കെ വിശുദ്ധരാക്കിയത്.